നീണ്ട 33 വർഷത്തെ നിയമപാലന രംഗത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കൃഷ്ണൻ സാറിന് കേരള പോലീസിന്റെയും ചെറുപുഴ നിവാസികളുടെയും ഹൃദയം നിറഞ്ഞ യാത്രയയപ്പ്. ഇന്ന് ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ നീണ്ട 33 വർഷം നീണ്ടു നിൽക്കുന്ന സർവീസിൽ യാതൊരുവിധ ബാഡ് മാർക്കും നേടാതെ ജനസേവനം മാത്രം ലക്ഷ്യമാക്കി ജനനന്മയ്ക്കായി വിനിയോഗിച്ച വ്യക്തിത്വമാണ് ശ്രീ കൃഷ്ണൻ സാറിന്റേതെന്ന് ചെറുപുഴ SI ക്ലിന്റ് മാത്യു. ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 33 വർഷത്തെ സേവനത്തിന് ശേഷം കേരള പോലീസിൽ നിന്ന് 33 വർഷത്തെ സേവനത്തിന് ശേഷം കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു SI ഇന്ന് വിരമിക്കുകയാണ്. ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം 2 മാസത്തോളം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കാലയളവിലൊക്കെ കേരള പോലീസിന്റെ വിവിധ യൂണിറ്റുകളിൽ പ്രവർത്തിച്ച് ഇന്ന് ഏകദേശം 33 വർഷം പൂർത്തിയാവുകയാണ്. എനിക്ക് 32 വയസ്സായിട്ടുള്ളൂ. പക്ഷെ കൃഷ്ണേട്ടന് 33 വർഷത്തെ ഔദ്യോഗികമായിട്ടുള്ള സർവീസ് ഉണ്ട്. അപ്പോൾ കേരള പോലീസിൽ ഇന്നയോളം പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് PR അതേപോലെ തന്നെ ശിക്ഷണ നടപടികളോ ഒന്നും മറ്റും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സർവീസ് പൂർത്തിയാക്കാൻ സർവേശ്വരൻ അദ്ദേഹത്തെ സഹായിച്ചു. 1993 സർവീസിൽ പ്രവേശിച്ച കൃഷ്ണൻ സാർ വിവിധ സ്റ്റേഷനുകളിൽ കേരള പോലീസിന്റെ ഭാഗമായി ജോലി ചെയ്തിട്ടുണ്ട്. ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 2.5 മാസമായി ജോലി ചെയ്ത അവസരത്തിൽ തികഞ്ഞ അർപ്പണബോധത്തോടെയും സേവന സന്നദ്ധതയോടെയുമാണ് അദ്ദേഹം തന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ കണ്ടതെന്ന് യാത്രയയപ്പ് സമ്മേളനത്തിൽ ചെറുപുഴ SI ക്ലിന്റ് മാത്യു ഓർമ്മിപ്പിച്ചു. ഇനി തുടർന്ന് അങ്ങോട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തോടൊപ്പം കഴിയാനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നമ്മളെല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തെ കൃഷ്ണേട്ടൻ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ചെറുപുഴ പോലീസിൻ്റെയും അതേപോലെ തന്നെ ചെറുപുഴ നാടിൻ്റെയും സ്നേഹം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് കൃഷ്ണേട്ടൻ. ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരള ചെറുപുഴ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ബൂത്തുകളിലെല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിലായിരുന്നു. അതേപോലെ തന്നെ ലോ ആൻഡ് ഓർഡറിൽ അദ്ദേഹം നല്ലൊരു SI ആയിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ തുടർന്ന് അങ്ങോട്ടുള്ള ദിനങ്ങളും വിശ്രമ ജീവിതം എന്ന് പറയുന്ന നമ്മൾ വിളിക്കപ്പെടുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ കൂടിയുള്ള ജീവിതമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചെറുപുഴ പോലീസിന്റെയും അതേപോലെ തന്നെ കേരള പോലീസിന്റെ എല്ലാവിധ ആശംസകളും കൃഷ്ണേട്ടന് നേർന്നുകൊണ്ട് നിർത്തുന്നു. യാത്രയയപ്പ് സമ്മേളനത്തിൽ ചെറുപുഴ SI ക്ലിന്റ് മാത്യു അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ സാർ മറുപടി പ്രസംഗം നടത്തി. മാത്രം ജോലി ചെയ്ത പരിചയമാണ്. അതിനെ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തു. പട്രോൾ ഓഫീസറായി ഡ്യൂട്ടി ചെയ്യുകയും ഇന്ന് ഞാൻ ഈ 30-ാം തീയതി 33 വർഷത്തെ സേവനത്തിന് ശേഷം വിട പറയുകയാണ്. ഞാൻ എന്നും സർവീസിൽ ഈ ചെറുപുഴ എൻ്റെ പോലീസ് സ്റ്റേഷനിലെ നല്ലവരായ നാട്ടുകാരെയും എൻ്റെ സഹപ്രവർത്തകരെ എന്നും ഓർത്തിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞാൻ എന്നും എല്ലാവരുടെയും കൃത്യതയോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ 1993 KIP പോലീസ് കോൺസ്റ്റബിളായി ജോലി ചെയ്ത് കാസർഗോഡ് ജില്ലയിലേക്ക് ട്രാൻസ്ഫറായി പോവുകയും തുടർച്ചയായ 28 വർഷത്തോളം കാസർഗോഡ് ജില്ലയിൽ വർക്ക് ചെയ്ത് സർവീസിൻ്റെ അവസാനത്തെ 3.5 വർഷക്കാലം മാത്രമാണ് എനിക്ക് എൻ്റെ സ്വന്തം ജില്ലയായ കണ്ണൂർ റൂറൽ ജില്ലയിൽ സർവീസ് ചെയ്യുവാനും അങ്ങനെ സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടായി. അതിനിടയിൽ ഞാൻ ആദ്യമായി DHQവിലും പിന്നീട് പയ്യന്നൂർ പോലീസ് കൺട്രോൾ റൂമിലും അവസാനമായി 2.5 മാസക്കാലം മാത്രം എനിക്ക് എൻ്റെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. ഞാൻ ഒരിക്കലും ഈ 2.5 മാസം ജോലി ചെയ്ത എൻ്റെ ചെറുപുഴ പോലീസ് സ്റ്റേഷനും സഹപ്രവർത്തനം ചെയ്യാൻ മറക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ചെറുപുഴ അഡീഷണൽ SI ശ്രീ ലതേഷ് K ആശംസ അറിയിച്ച് സംസാരിച്ചു. അപ്പോൾ കൃഷ്ണൻ SI നമ്മളെ കൂടെ ഇപ്പോൾ 2.5 മാസമായി ജോലി ചെയ്യുന്നു. മൂപ്പറായിട്ട് ഞാൻ 1998 മുതൽ പരിചയമാണ്. ഇന്ന് വിരമിക്കുന്ന 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കൃഷ്ണൻ SIക്ക് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് പോലീസ് ജീപ്പിന്റെ അകമ്പടിയോടെ ചെറുപുഴ സബ് ഇൻസ്പെക്ടർ ശ്രീ ക്ലിന്റ് മാത്യുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുചെന്നാക്കുന്ന മഹനീയ മുഹൂർത്തത്തിന് ചെറുപുഴയിലെ നല്ലവരായ സമൂഹം സാക്ഷിയായി.